നമ്മുടെ തൂഫാൻ വഴിയരികിൽ ഇങ്ങനെ ആടി ഒളിഞ്ഞ് നിൽക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഇത് മെയിൽ വേർഷൻ ആണെന്ന് തോന്നുന്നത്. ഫീമെയിൽ വേർഷനാണ് സാധാരണ ഉപയോഗിക്കുന്നത്. മെയിൽ വേർഷൻ സാധാരണയായിട്ട് ഇൻഡസ്ട്രിയൽ യൂസിനാണ് ഉപയോഗിക്കുന്നത്. ഇത് ഏകദേശം നമ്മൾ ഗാംഗറി അടുക്കാറായി. മലകളൊക്കെ ഇങ്ങനെ മഞ്ഞിൽ പുതച്ചാണ് കിടക്കുന്നത്. കണ്ടോ, വളരെ മനോഹരമാണ് കാണാനായിട്ട്. ഹിമാലയമാണിത്. ഏകദേശം നമ്മൾ 10,000 അടി പൊക്കത്തിലേക്കാണ് നടന്നു ചെന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വഴി സൈഡിൽ നിൽക്കുന്ന കുറേ കാട്ടുപൂക്കളാണ്. നല്ല മനോഹരമായിട്ടുള്ള കാട്ടുപൂക്കൾ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വേറെ സൂര്യകാന്തി പോലിരിക്കുന്നൊരു പൂവുണ്ട്, പ്രേതത്തിന് കാണിക്കാം. ഇതാണ് നല്ല രസമത് കാണാനായിട്ട്. ഏത് പൂവാണെന്നറിയത്തില്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും ഏത് പൂവാണ്. ഇവിടെ നിന്ന് നമ്മൾ ഏകദേശം 1 കിലോമീറ്റർ കൂടെ നടന്നാൽ ഗാംഗറിയയിലെ നമ്മുടെ ഗുരുദ്വാരയിൽ എത്തിച്ചേരും. ഇവിടെ ഒരു മിലിറ്ററിയുടെ ഒരു ക്യാമ്പുണ്ട്. ഈ കാണുന്നതാണ് മിലിറ്ററിയുടെ ക്യാമ്പായി കാണുന്നത്. ആർമി ക്യാമ്പ് ഗാംഗറിയ. ഇവിടുന്ന് ഏകദേശം ഒരു 15-20 കിലോമീറ്റർ അപ്പുറേ ചൈന ബോർഡർ വരും. അതുകൊണ്ടായിരിക്കും ഇവിടെ ആർമി ക്യാമ്പ് വെച്ചിരിക്കുന്നത്. ഇത് ടൂറിസ്റ്റ് റെസ്റ്റ് ഹൗസ് ഉണ്ട്. ഇവിടെയല്ല നമ്മൾ താമസിക്കുക. നമ്മൾ പോയി താമസിക്കുന്നത് നമ്മുടെ ഗുരുദ്വാരയിലാണ്. അവിടെ നമുക്ക് ഫ്രീ ഫുഡും അക്കോമഡേഷനും എല്ലാം കിട്ടും. പിന്നെ ഗുരുദ്വാരയിലോട്ട് കയറുമ്പം തുണി കെട്ടിയേ കയറാൻ പറ്റത്തുള്ളൂ. അതേ ഉള്ളൊരു കുഴപ്പം, വേറെ ഒന്നുമില്ല. അവിടെ തുണി വെച്ചിട്ടുണ്ട്, നമുക്ക് അതെടുത്ത് കെട്ടിയാൽ മതി. പിന്നെ വീണ്ടും ഇവിടെ മഞ്ഞപ്പൂക്കൾ ഉണ്ട് ഇഷ്ടംപോലെ. ഹൈ ആറ്റിറ്റ്യൂഡിൽ വളരുന്ന ചെടികളും പൂക്കളുമാണ് നിൽക്കുന്നത് മൊത്തം. ഇതുകൊണ്ടോ മലകളൊക്കെ വീണ്ടും മഞ്ഞ് മൂടി കിടക്കുകയാണ്. മഞ്ഞിൽ പുതച്ച് മഞ്ഞ് ഉരുകി അവിടുന്ന് ഒഴിച്ച് താഴോട്ട് വരുന്നുണ്ട്. ഇതുണ്ടോ മലകൾ കണ്ടോ? ശരിക്കും പ്രകൃതിയുടെ നിശബ്ദതയും സൗന്ദര്യവും ആസ്വദിക്കണമെങ്കിൽ ശരിക്കും നമ്മൾ ഹിമാലയം സന്ദർശിക്കണം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളിവിടെ ഒന്ന് സന്ദർശിക്കേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യമുള്ളപ്പോഴേ ഇതുപോലെ പോകാൻ പറ്റത്തുള്ളൂ. ഇതാണ് നമ്മുടെ ഗുരുദ്വാര, ഗാംഗറിയയിലെ ഗുരുദ്വാരയാണിത്. ഇവിടെയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഫ്രീ ഫുഡും എല്ലാം കിട്ടും. കണ്ടോ ആൾക്കാരൊക്കെ നിൽക്കുന്നത്. നമ്മുടെ ഗുരുദ്വാര ഇതിൻ്റെ മേളിലാണ് നമ്മൾ താമസിക്കുന്നത്. മേളിൽ ഡോർമെട്രിയാണ് കിട്ടുന്നത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല അക്കോമഡേഷനാണ്. സെറ്ററും കമ്പിളിയെല്ലാം നമുക്ക് തരും പുതയ്ക്കാനായിട്ട്. നല്ല തണുപ്പാണ്. എപ്പോഴും ഫുഡ് അവൈലബിൾ ആണ് ഇവിടെ. എപ്പോഴും അവിടെ നമ്മൾ കൈ കഴുകി ചെന്ന് പാത്രമായിട്ടിരുന്നാൽ മതി, അവിടെ ഫുഡ് കിട്ടും. ഇവിടുന്ന് നമ്മൾ നാളെ രാവിലെ വാലി ഓഫ് ഫ്ലവേഴ്സ് കാണാനായിട്ട് പോകും.